Finland, Nepal, Eritrea, Norway, Oman. പുതുപ്പാടി അമ്പലക്കണ്ടി ഫൈസലിന്റെയും ഷിഫ്നയുടെയും മകനാണ് അലു ഇഷാൻ. 1ാം ക്ലാസ്സുകാരനായ അലുവിന്റെ സൈക്കിൾ കേടായപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനായി മാതാപിതാക്കൾ മുന്നോട്ട് വെച്ച നിബന്ധനയാണ് 100 രാജ്യങ്ങളുടെ പേര് പഠിക്കണമെന്നത്. അങ്ങനെ അലു സൈക്കിൾ ചലഞ്ച് ഏറ്റെടുത്തു. ഇറാൻ, ജർമ്മനി, ബ്രസീൽ, സ്പെയിൻ, അമേരിക്ക, ജപ്പാൻ. 10 ദിവസത്തോളം പിന്നിട്ടപ്പോൾ 120ഓളം രാജ്യങ്ങളുടെ പേരും പതാകയും ഈ 7 വയസ്സുകാരൻ തിരിച്ചറിഞ്ഞു. ഹംഗറി, ഹോങ്കോങ്, ഐസ്ലാൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്. അവനിപ്പോൾ മണൽവാല സ്കൂളിൽ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവന് 115ഓളം രാജ്യങ്ങളും അതിൻ്റെ ഫ്ലാഗും അവന് ശരിക്കും കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒരാഴ്ച 10-15 ദിവസത്തിനുള്ളിൽ അവന് ഫുള്ള് പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ആ ചലഞ്ചിനാണ് ഇവന് ഏറ്റെടുത്ത് പഠിച്ചു കഴിഞ്ഞത്. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കൂടുതൽ പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ചൈന, കൊളംബിയ, ക്യൂബ, ഡെൻമാർക്ക്, ഈജിപ്ത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുണ്ട് കോഴിക്കോട്. നയൻതാര നല്ല കാര്യമാണ് അല്ലേ, ചലഞ്ചൊക്കെ വെച്ചു. പക്ഷേ ഇത് കണ്ടിട്ട് ഇനി എല്ലാ അച്ഛനന്മാരും പിള്ളേരുടെ മുമ്പിൽ ചലഞ്ച് വയ്ക്കില്ലേ, പിള്ളേർ കൂടി പോകും. ദിവസം ഞാനതാ പറയാൻ വേണ്ടി വന്നത്. ഇത് കാണുന്ന രക്ഷിതാക്കളെല്ലാവരും മക്കൾക്ക് ഈ വാർത്ത കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഓഫർ ചെയ്യാനല്ല, എന്നാലും ഈ ഒരു 7 വയസ്സുകാരൻ്റെ അവനെടുത്ത എഫേർട്ട് ഉണ്ടല്ലോ. കാരണം അവൻ തന്നെ ഒറ്റയ്ക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് പഠിച്ചത്. യൂട്യൂബൊക്കെ നോക്കി ഒറ്റയ്ക്ക് പഠിച്ചതാണെന്നാണ് പറയുന്നത്. 7 വയസ്സായിട്ടേ ഉള്ളൂ. അങ്ങനെ 100-ലധികം രാജ്യങ്ങളുടെ പേരും അതിൻ്റെ ഫ്ലാഗും എല്ലാം മനസ്സിലാക്കി ഇങ്ങനെ പറയുന്നത് കണ്ടില്ലേ. അങ്ങനെ ഓഫർ കൊടുക്കുക എന്നുള്ളതല്ല, എന്നാലും ഇത് കാണുന്ന രക്ഷിതാക്കളൊക്കെ അവരുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക, ഈ മിടുക്കൻ ചെയ്തത് കണ്ടോന്ന്. പണ്ടൊക്കെ നമ്മളൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചേച്ചിമാർക്കൊക്കെ റെക്കോർഡൊക്കെ വരച്ചു കൊടുക്കുക. നീ ഈ റെക്കോർഡ് വരച്ച് തന്നാലേ നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാമെന്ന് പറയും. അപ്പോൾ റെക്കോർഡൊക്കെ വരച്ച് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ അതൊക്കെ അന്ന് വലിയ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, നമ്മളെ കുട്ടികളൊക്കെ വേറെ ലെവലാന്ന് ഈ 7ാം വയസ്സുകാരനായ അലു തെളിയിച്ചു തരികയാണ്. 100ഓളം രാജ്യങ്ങളുടെ പേര് പഠിച്ചാൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരുന്ന രക്ഷിതാക്കൾ പറയുകയാണ്. അതായത് അവൻ അത്രയും ആശിച്ച് അവനൊരു സൈക്കിൾ കിട്ടിയിരുന്നു. ആ സൈക്കിള് കേടായിപ്പോയി. അപ്പോഴാണ് രക്ഷിതാക്കൾ പറഞ്ഞത്, ഒന്നാമത് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയയിലാണ് എപ്പോഴും അല്ലേ, ഫോണിൽ കുത്തി കളിക്കുന്നു, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ അതായത് കുട്ടി പഠിച്ച് വളരട്ടെ, നീ ഇത് പഠിച്ചാൽ നിനക്ക് ആ സൈക്കിൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ ചെറിയ പിള്ളേർക്ക് താങ്ങുന്ന ചലഞ്ചൊക്കെ വെച്ച് നമുക്ക് അവരുടെ ആഗ്രഹങ്ങൾ, അപ്പോൾ അവർക്കൊരു ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടില്ല. നല്ല കാര്യമാണ്. പക്ഷേ ഒരുപാട് കടുപ്പാവാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നയൻതാര, കാണാം.